റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വന്നത് പാകിസ്ഥാൻ്റെ അന്ത്യം കുറിക്കാൻ തന്നെയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിലധികം പ്രാധാന്യം ഈ വരവിനുണ്ട്. അത് നരേന്ദ്രമോദി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹം താവളത്തിലേക്ക് പോയിട്ട് പുടിനെ സ്വീകരിച്ചു കൊണ്ടുപോകുന്നത്. പലരും പറഞ്ഞു ഇതൊരു അസാധാരണമായിട്ടുള്ള സന്ദർശനമല്ല, അസാധാരണമായ സന്ദർശനമാണ്. തീർച്ചയായും ഇത് ഇന്ത്യ റഷ്യ ഉച്ചകോടിയുടെ 23ാം പതിപ്പായിരുന്നു. അങ്ങനെ ഇപ്പം സാധാരണഗതിയിൽ യുദ്ധ അന്തരീക്ഷമില്ലാത്തപ്പോൾ ഇരു രാജ്യങ്ങളിലെയും രാഷ്ട്ര തലവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾട്ടർനേറ്റ് ഇയേഴ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർശിക്കുന്നതാണ് അതിൻ്റെ ഒരു രീതി ശാസ്ത്രം. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം പുടിനെ നേരിട്ട് പോയി പ്രധാനമന്ത്രി സ്വീകരിച്ചു കൊണ്ടുവന്ന് ആനയിച്ച് ബാങ്കറ്റും കൊടുത്തു. അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ദിവസം രാഷ്ട്രപതി ഭവനിൽ അവിടെ ബാങ്കറ്റ് നടക്കുകയാണ്. അതീവമായിട്ടുള്ള പ്രാധാന്യവും ചുവപ്പ് പരവതാനിയുമാണ് റഷ്യൻ പ്രസിഡന്റിന് കൊടുത്തത്. റഷ്യൻ പ്രസിഡന്റിനോടൊപ്പമാണ് അവിടെ ഷാങ്ഹായ് കോപ്പറേഷൻ മീറ്റിങ്ങിൽ ഒന്നിച്ചു പോയതുപോലെ ഇവർ രണ്ടും കൂടി ഒന്നിച്ചാണ് സഞ്ചരിച്ചത് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക്. അപ്പോൾ അത് വലിയ ഗംഭീരമായിട്ടൊരു സ്വീകരണം. സാധാരണയുള്ള പ്രോട്ടോക്കോളുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ടുള്ള, പ്രോട്ടോക്കോളുകൾ ലംഘിച്ചുകൊണ്ടുള്ള അതിപ്രധാനമായ സ്വീകരണം. അത് നമ്മൾ മനസ്സിലാക്കണം, നിരീക്ഷിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഇതെന്തോ ഒരു പുടിൻ എന്തെന്നുള്ള മട്ടിലാണ് രാഷ്ട്രീയ നിരീക്ഷകരും മറ്റും ഇരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.